ഹലോ 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 നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ദയచేത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് വാട്ടാ. അപ്പോൾ എന്നാലാണ് ഗൈസ് നമ്മുടെ ഈ വീഡിയോ മനസ്സിലാവുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു മാനിനെ സോംബീസ് എല്ലാവരും കൂടി കാട്ടിച്ച് പറക്കെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ വയലൻസ് സീനാണ്. ഇതെന്തെങ്കിലും പിള്ളേര് കാണണ്ട ഗൈസ്. നോക്കി ഗൈസ്, എൻ്റെ മോനെ സോംബികൾക്ക് മാത്രമായിട്ട് നമുക്കിങ്ങനെ വയലൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വരെ മനുഷ്യന്മാരാണെങ്കിൽ വെടി വെച്ചിട്ട് അല്ലെങ്കിൽ അമ്പ ചെയ്തതിനെ കൊന്നിട്ട് മിക്കവാറും കഷ്ണമായിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ ഇതെന്തായാലും സോംബിയുടെ പണിയാന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ അടുത്ത് സോംബി ഉണ്ടെന്നാണ് ഗൈസ് അപ്പാർത്ഥം. അപ്പോൾ നമ്മുടെ ഡീനെ പുറം നമുക്ക് അവരെ കൊന്നെടുക്കാമെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ചോരയുടെ പാട് നമുക്ക് പോയി ഫോളോ ചെയ്ത് വന്നിട്ട് പോകാട്ടോ. നമ്മുടെ തോക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്ത കാര്യം നമ്മുടെ തോക്കൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ എലിക്ക് വേറൊരു കഴിവുണ്ട് കേട്ടോ. നമുക്ക് ഈ ഭയങ്കര ലിസണിങ്ങിന് ഭയങ്കര കഴിവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ എലി ഇവിടെ സോംബിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അവിടെ ഒരു സോംബി ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ പോയിട്ട് അവൻ്റെ കൊല്ലാട്ട ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അവനതേ കൊന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇത് നിറച്ച് വയലൻസ് സീനാണ് ഗൈസ്. അപ്പോൾ അത് ബ്ലഡ് കണ്ടിട്ട് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഈ സീൻ കാണാണ്ടിരിക്കുന്നതായിരിക്കും ഭേദം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഡോറിൻ്റെ അവിടെ എന്തിനാന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഈ ഡോറ് ലോക്ക്ഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്ത് വല്ല വഴിയുണ്ടോ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ തന്നെ വേറെ ജനാലയുണ്ട്. അപ്പോൾ നമുക്ക് ആ റൂമിൽ കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഡോർ തുറന്നു കൊടുക്കാം നമുക്ക് ഡീനയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ ലൂട്ട് ചെയ്യാട്ടോ. നമുക്ക് വേഗം നമ്മുടെ അടുത്ത സോംബിയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ലൂട്ട് ചെയ്ത് നമുക്ക് റെഡി ആയിട്ട് ഇരിക്കാട്ടോ. അപ്പോൾ ഗൈസ് അവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഡോറ് ഞളങ്ങി നിൽക്കണം, തുറക്കാൻ പറ്റും. നമ്മളെന്തായാലും തള്ളി തുറക്കേണ്ടി വരും ഗൈസ്. നമ്മുടെ സോംബി എപ്പോൾ വേണമെങ്കിൽ വരാട്ടോ. ഗൈസ് ഒരു സോംബി നമ്മളെ കണ്ടുട്ടോ. അപ്പോൾ നമ്മൾ ഈ കുപ്പിയിട്ട് നമുക്ക് എറിയാട്ടോ, വേഗം എറിയാം ഗൈസ്. നമ്മളിത് ഞാൻ മേത്ത് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിതേ ഒരു കുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സോംബിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഇനി അടുത്ത സോംബീസ് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും കെയർഫുൾ ആയിട്ട് ഇരിക്കാം. നമുക്ക് അത്യാവശ്യം ലൂട്ട് ചെയ്യാൻ പറ്റിയ സാധനമൊക്കെ ലൂട്ട് ചെയ്യാം കേട്ടോ. നമുക്കുള്ള സോംബീസിനോടെ കൊന്നു കളയാം. ഓക്കെ, നമ്മളുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ലൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സോംബി വരുമെന്ന് അറിയില്ല. എന്തായാലും കെയർഫുൾ ആയിട്ട് ഇരിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ പരമാവധി എടുത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നും എടുക്കാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാനുള്ള നോക്കാം. നമുക്ക് എന്തായാലും വന്ന വഴി കൂടെ പോകണ്ട. ഇവിടെ വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, ജനാല പോലത്തെ സാധനം കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. ഓക്കെ ഗൈസ്, രണ്ട് സോംബികളുണ്ട് കേട്ടോ, രണ്ട് സോംബികൾ. അപ്പോൾ നമ്മൾ എന്തായാലും കത്തി എടുത്ത് വരത്തിട്ട് കൊന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ തല നോക്കിയാൽ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡീന ആ സോംബിൻ്റെ നിന്ന് കുറേ സാധനങ്ങൾ ലൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ ഒരു സോംബി ഇട്ടിട്ട് നമുക്ക് തോക്കെടുത്ത് വെടി വെച്ചിട്ടുണ്ട്. നമ്മളിത് ടൈം സ്ലോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗെയിമിങ്ങിൽ. ഓക്കെ ഗൈസ്, അവിടെ ഒരു സോംബി ഉണ്ട്. ഇവിടെ നിറച്ച് സോംബികളാണെന്ന് തോന്നുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നമുക്ക് ലൂട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് ലൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അവിടെ ഒരു സോംബി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കത്തിയെടുത്ത് കൊല്ലാം ഗൈസ്. അങ്ങനെ കൊന്നിട്ടുണ്ട്. നമ്മൾ പരമാവധി നമ്മുടെ കത്തിയെടുത്ത് കൊല്ലാനാണ് നോക്കുന്നത്. നമ്മുടെ ആമോ ഇതാക്കാനാണ് നമ്മൾ നോക്കണം ഗൈസ്. നമ്മുടെ ഡീന നമ്മുടെ പിന്നാലെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ പറ്റിയ പോലെ സാധനങ്ങളുണ്ടോ നോക്കാം. നമുക്ക് പരമാവധി നമുക്ക് സാധനങ്ങൾ ലൂട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ലൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഗൈസ്, നമുക്കിവിടെ നോക്കട്ടെ ഇവിടെ വല്ല സോംബികളുണ്ടോയെന്ന്. ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറേണ്ടി വരും. നമുക്ക് വല്ല സോംബികളുണ്ടോ നോക്കാനായിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഇവിടെ ചുറ്റും വല്ല സോംബികളുണ്ടോ നോക്കാം. Ellie, help me up there. Want to look around. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഡീനേനെ വണ്ടിയുടെ മേലെ കയറ്റാം. അപ്പോൾ അവിടെ നോക്കാം അവിടെ അടുത്തെങ്ങാനും വല്ല സോംബികളുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും ഡീനയുടെ മേലെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഡീന എന്നിട്ട് പറയണത് കേൾക്കാട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീന പറയണത് മേലെ കുറച്ച് സോംബികൾ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ വൈപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ അത്യാവശ്യം സോംബികളുടെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീന നമ്മുടെ കയ്യിൽ തന്ന് നമ്മളെ മേലെ കയറ്റി സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, മേലെ ഡീന പറഞ്ഞ പോലെ അവിടെ നിറച്ച് സോംബികളാണ്. അപ്പോൾ നമുക്ക് അവരെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോകാട്ടോ. അപ്പോൾ നമുക്ക് അടിയിൽ കൂടെ അപ്പുറത്ത് എത്താം. അപ്പോൾ നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കണം. സോംബികൾ വരാൻ. ഓക്കെ ഗൈസ്, പറച്ച് നാക്കെടുത്തില്ല. ഗൈസ്, സോംബി വന്നിട്ടുണ്ട് കേട്ടോ.
ഓക്കെ ഗൈസ് ഇത് നമുക്ക് പെട്ടെന്നായ കാരണം തോക്കും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ് നമ്മുടെ ഡീനെ നമ്മളെ രക്ഷിച്ചു കേട്ടോ. ഇടയിൽ കയറി വന്നത് 2 Clean? വെടി വെച്ച് അതിനെ കൊന്നുകൂട്ടാ. ഓക്കെ ഗൈസ് നമ്മുടെ ഡീനെ ചോദിക്കാണ്ട് കടി അങ്ങനെ കിട്ടിയോ സേഫ് അല്ലേ എന്ന് വെച്ചിട്ട്. Please die if I ഗൈസ് go നമ്മളിത് through this സേഫാണ്, mission നമുക്കിത് infected. പുത്തിരിയല്ല. ഓക്കെ ഗൈസ് ഇതിൻ്റെ ഇവിടെ നമുക്ക് ലൂട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ് ഇതേ നമ്മളെ കണ്ടെയ്നർ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂം പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ലൂട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ ഗൈസ് നമ്മളിത് തീരത്തിലേക്ക് ഗൈസ് നമുക്ക് എന്തോ ഒരു പേപ്പർ നോട്ട് കിട്ടിയിട്ടുണ്ട്, എന്തോ എഴുതിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഞാൻ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഗൈസ് നമ്മളിത് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇവിടെ സോംബി ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് വേണം കേട്ടോ ഗൈസ്. എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കണം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ഇതിൽ കൂടെ പോയിട്ട് സോംബികളുണ്ടോ നോക്കണണ്ട. അപ്പോൾ നേരത്തെ കൊന്ന സോംബിയോട് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ നേരത്തെ റൂഫെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, നമുക്ക് എന്തായാലും റൂഫിൻ്റെ അവിടേക്ക് പോവാം. ഓക്കെ ഗൈസ് നമ്മുടെ ഗെയിം പ്ലേ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റിൽ ഇട്ടോൾട്ടാ. അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ അംഗമാവൂ. ഓക്കെ ഗൈസ് നമുക്ക് അങ്ങനെ ഇവിടെ ലൂട്ട് ചെയ്യാൻ പറ്റിയ വല്ല സാധനങ്ങളുണ്ടോ നോക്കാം. നമുക്കിത് ഇവിടെ കബേർഡിൽ എന്തൊരു സാധനം ഇരിക്കുന്നുണ്ട് ഗൈസ്, നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഗൈസ് നല്ല ടി വി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഓക്കെ ഗൈസ് നമുക്കിത് ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്, ലിക്കർ കിട്ടിയിട്ടുണ്ട്, ആൽക്കഹോള്. അപ്പോൾ നമുക്ക് അടിച്ച് പറ്റാവാണെങ്കിൽ അടിച്ച് പറ്റാവും. ഈ തണുപ്പത്ത് ബെസ്റ്റ് ആയിട്ട സാധനം. ഓക്കെ ഗൈസ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ ഗൈസ് നമ്മുടെ ഇവിടെ സോംബികളുണ്ടോയെന്നൊക്കെ സൂക്ഷിച്ച് പോകണം. ഇവിടെ സോംബികളുണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ എന്തായാലും ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും ബാഗ് ചെയ്ത് മാസ്കും സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ സീനൊന്ന് സ്കിപ്പ് ചെയ്തായിരുന്നു. ഓക്കെ ഗൈസ് നമ്മുടെ ഇലയെ അങ്ങനെ മാസ്ക് വെച്ച് നമ്മളത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഇരിക്കണം. നമ്മളിത് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ആണെങ്കിലും നമ്മുടെ സോംബി വരും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് ഇരിക്കണം. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അത് ടെൻഷൻ കൊണ്ടാട്ടോ. ഞാൻ എന്തായാലും ഈ ഗെയിമിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടെൻഷൻ കൊണ്ട് ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഇതിന് വേണ്ടി പറയുന്നതാട്ടോ. അപ്പോൾ ഓരോ ചൂടും നമ്മൾ ശ്രദ്ധിച്ച് വേണം നീക്കാൻ. ഓക്കെ ഗൈസ് നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഡോറൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് പരമാവധി എടുത്താൽ. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഒരു പേപ്പർ കഷ്ണം കിട്ടി. അപ്പം ഞാൻ അത് വായിക്കണില്ല, എന്തായാലും മനസ്സിലാവാത്ത കാരണം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനം ഇവിടെ ഉണ്ടോ നോക്കിയിട്ട് എടുക്കാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകട്ടോ സോംബികളൊക്കെ കാണുന്നതിന് മുമ്പ്. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് ഇതിവിടെ പണ്ടത്തെ കിച്ചണാട്ടോ, നമ്മുടെ കിച്ചണൊക്കെ കിടക്കണുണ്ടാവും ഒക്കെ തല്ലി പൊളിച്ച്. ഇതൊക്കെ സോംബിയുടെ ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാട്ടോ, ബാക്കി പത്രങ്ങളാണ് ഇതൊക്കെ. ആ ഫ്രിഡ്ജിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയ ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളിത് ഇടിച്ച് പൊളിച്ച് നമ്മുടെ ഈ സാധനത്തിൽ നിന്ന് ഒരു ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട ആകെ അലങ്കോലമായിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇടവഴി കൂടെ പോയി നോക്കാം. അപ്പോൾ അവിടെ ആ റൂമിൽ ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് ആ സാധനം പിടിഞ്ഞ് ഓക്കെ ഗൈസ് ആ സാധനം ഇടിഞ്ഞ് പൊളി നമ്മൾ അതിൽ താഴ്ത്തിക്ക് വീണു കേട്ടോ. എൻ്റെ മോഹന് അങ്ങനെ തലം കുത്തി താഴെ വീണിട്ടുണ്ട്. സീൻ തന്നെ ആട്ടെ, വിഷയം തന്നെ. ഓക്കെ നമ്മുടെ ഓക്കെ ഗൈസ് പെട്ടെന്ന് സോംബി വന്നത് എന്തിനു കാണിക്കണേ. ഓക്കെ ഗൈസ് നമ്മുടെ ഡീനത് ഞാൻ വെടി വെച്ച് കൊന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോംബിനെ അത് വന്നപ്പോൾ എൻ്റെ കീഴി പോയിട്ട് ഗൈസ് അതാണ് പെട്ടെന്ന് സൈലൻ്റ് ആയേ. ഓക്കെ ഗൈസ് നമ്മളിവിടെ മാറി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള സോംബികൾ നമ്മുടെ വെടി വെച്ചതിൻ്റെ സൗണ്ട് കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ഓക്കെ ഗൈസ് നമ്മുടെ ഇലയെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ 2 സോംബികളെ കൊന്നിട്ടുണ്ട് കേട്ടോ. അതിന് വേറെ സോംബികൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിലവിൽ 3 സോംബികളായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് സോംബിയിൽ നിന്ന് കിട്ടാനുള്ള സാധനം നോക്കാം. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എപ്പോഴെങ്കിലും സോംബി വരും. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ സാധനങ്ങൾ ലൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഉള്ള സോംബികൾ എന്തായാലും നമുക്ക് കൊന്നു കളയാൻ കേട്ടോ. നമുക്ക് അത്യാവശ്യം ഈ സാധനം സേഫ് ആക്കി നോക്കണം സോംബികളിൽ നിന്ന്. എന്തായാലും സോംബികൾ വരും, എന്നാലും നമുക്ക് സോംബികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ എലിക്ക് എന്തായാലും ഈ സാധനം പൊക്കാൻ പറ്റുന്നില്ല. ഇവിടെ വരെ മസിലായിരുത്തി ഇവിടെ ജിമ്മിലൊക്കെ പോകണോള്. എന്തായാലും ഇവളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഇവള് ഡീനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീനയുടെ സഹായം എന്തായാലും വേണ്ടി ഒരു സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എലിമോള് നമ്മുടെ ഡീനയും കുട്ടി കൂടി നമ്മളെ സാധനം മാറ്റി വെക്കുകയാണ്. നല്ല വെയിറ്റുള്ള സാധനമാണ് ഗൈസ്. അപ്പോൾ ഒരു കണക്കിന് അവരത് മാറ്റി വെച്ചിട്ട് ഇത് ഡോർ തുറന്ന് അകത്ത് കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തായാലും സോംബികളില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേഗം. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങൾ വേറെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യമുള്ള സാധനം നമ്മളിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഡീനെ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ മറ്റേ എറിയണ സാധനമില്ലേ, ഒരു തീ വരുന്നത്, എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ തീ വരുന്ന സാധനം,
അതിനെന്താ പറയാ, അതിന്റെ പേര് എനിക്ക് അറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇതേ സോംബികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ നിറച്ച് സോംബികളാണ്. ഒരെണ്ണം രണ്ടെണ്ണം അല്ല, കുറെ സോംബികളുണ്ട്. നമുക്ക് എന്തായാലും വെടിവെക്കാം കേട്ടാ. വെടിവെച്ചാലൊക്കെ കൂടി വരും, എന്തായാലും വെടിവെക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മുടെ വേറെ സോംബിന് വെടിവെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സോംബി ഉണ്ട്, നമുക്കിത് കത്തിയെടുത്ത് അതിനെ കൊന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ നിറച്ച് സോംബികൾ വന്നു തുടങ്ങി. ഗൈസ്, എപ്പിക്ക് സീനായിട്ട് ഇതൊക്കെ എൻ്റെ മോനെ. ലെഫ്റ്റിൽ നമ്മുടെ ഡീനെ പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീനത് പുറകിൽ നിന്ന് കുത്തിയതിന് താഴെ ഇട്ടുണ്ട്. ഓക്കെ, ഇതേ വീണ്ടും അവിടെ നിന്ന് സോംബീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ സോംബീസിനൊക്കെ ഒക്കത്തിനും കൊന്നു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം. നമ്മുടെ അടുത്ത വേറെ വല്ല സോംബികൾ കാണാമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകട്ടാ. നമ്മളിവിടെ ഉള്ള സോംബികളൊക്കെ കൊന്നിട്ടുണ്ട്. ഇനി വേറെ സോംബികളില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേവിടെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കാം. ഓക്കെ ഗൈസ്, അവിടെ ഒരു ഷട്ടർ കാണുന്നുണ്ട്. ഡോറില്ല കേട്ടോ, ഷട്ടർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലി അത് വലിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഐസായി കാരണം നമുക്ക് ആ ഷട്ടർ വലിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. കുറേ നാളെ സോംബിയുടെ ഔട്ട് ബ്രേക്ക് വന്നിട്ട് കിടക്കണം. അപ്പോൾ എന്തായാലും വലിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ നമ്മുടെ ഡീനെ പറയുന്നത് നമുക്ക് മേലെ കൂടെ രക്ഷപ്പെടാമെന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ഉപയോഗമുള്ള പോലെ സാധനം കിടക്കണമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു കേബിൾ കാണുന്നുണ്ട്. അപ്പോൾ ഡീന എന്ത് ചെയ്യാത് പൊക്കി തന്നെ നമ്മൾ ആ കേബിൾ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ കേബിള് നമ്മുടെ അങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയെങ്കിലും മേലെ എത്തിച്ച് നമ്മൾ ക്ലൈംബ് ചെയ്ത് പോകാനുള്ള ഒരു ഇത് നോക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ എലി മേലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കേബിള്. അങ്ങനെ ഗൈസ്, നമ്മളിത് അപ്പുറത്ത് നമ്മുടെ ഡിന്നിയ കേബിള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാഗിൽ നമ്മുടെ സാധനങ്ങളൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഒന്ന് സെറ്റാക്കട്ടെ, നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റാക്കട്ടെ. ഗൈസ്, നമ്മുടെ അത്യാവശ്യം ലൈഫ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കേബിളിൻ്റെ മേലെ കയറാട്ടാ. പറയാം, നമ്മുടെ തോക്കൊക്കെ മാറ്റി വയ്ക്കട്ടെ. തോക്കൊക്കെ ബാഗിലെടുത്ത് വയ്ക്കട്ടെ. ഇനി തോക്കിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേറെ വല്ല സാധനം ഇനി ആവശ്യം വരില്ല. അപ്പോൾ തോക്ക് എന്തായാലും കയ്യിൽ പിടിക്കുക, എന്തായാലും ആവശ്യം വരും. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീന പറയുന്നത് അവിടെ നല്ല കാറ്റാണ്. അപ്പോൾ സൂക്ഷിച്ച് കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ സൂക്ഷിച്ചത് ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പും നല്ല കാറ്റുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ചാടി നമുക്ക് എന്തായാലും നമ്മുടെ കുതിരകളുടെ അടുത്ത് പോകാട്ടോ. അപ്പോൾ നമ്മുടെ കുതിരയുടെ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, സോറി ഗൈസ്, ഇതല്ലേട്ടാ നമ്മുടെ ജപ്പാൻ, ഇതാണ് നമ്മുടെ ജപ്പാനി. ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ല കാറ്റടിക്കണ്ട കേട്ടോ. നമ്മുടെ കുതിരകൾക്ക് നമുക്ക് സർവൈവ് ചെയ്യാൻ അറിയില്ല. എന്തായാലും നമുക്ക് വേഗം സേഫ് ഹൗസിലേക്ക് പോവാം. ഇവിടെ അടുത്തൊരു സേഫ് ഹൗസ് ഉണ്ടെന്നാണ് നമ്മുടെ ഡീന വരുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഡീനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർക്കാണ് സ്ഥലം അറിയാം. അത്യാവശ്യം നല്ലൊരു സ്റ്റോമാണ് കേട്ടോ ഗൈസ്, ഇത് വിൻഡ് സ്റ്റോം. അത്യാവശ്യം നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. നമ്മൾ സർവൈവ് ചെയ്യാൻ അറിയില്ല. നമുക്ക് എന്തായാലും ഡീനയുടെ പിന്നാലെ പോകാം. ഡീനയ്ക്ക് ഇവിടെ വന്ന് പരിചയക്കാരനും ഓരോരോ സ്ഥലങ്ങൾ അറിയണ കാര്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഡീനയുടെ പിന്നാലെ പോകട്ടാ. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോമാണ്, പറ്റുമോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുതിരകൾക്ക് അത്ര സ്പീഡിൽ ഓടാൻ പറ്റില്ല കേട്ടോ, നല്ല സ്റ്റോമായ കാരണം. നല്ല കാറ്റടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എലി പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോയാലോ എന്ന്. അപ്പോൾ നമ്മുടെ ഡീന പറയുന്നുണ്ട് എത്താറായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ എത്തണില്ല. അത്യാവശ്യം നല്ല കാറ്റും നല്ല സ്റ്റോമാണ്. ഓക്കെ, നല്ല കൊടും തണുപ്പത്തിൽ കൂടെ കേട്ടോ നമ്മുടെ എലി പോണേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീന അത് വെച്ചടിച്ച് പോയിട്ടോ. നമ്മുടെ ഡീനനെ കാണാനില്ല. ഓക്കെ ഗൈസ്, നമ്മൾ പെട്ടു എന്ന് തോന്നുന്നുട്ടോ. നമ്മുടെ ഡീനനെ കാണാനില്ല. എൻ്റെ മോന് നമ്മൾ ശരിക്കും പെട്ടു തോന്നുന്നുട്ടോ. നമുക്ക് എന്തായാലും വേഗം പോവാം. നമുക്ക് വേഗം പോകാനും പറ്റുള്ള, നമ്മുടെ കുതിരയ്ക്ക് ഓടാനും പറ്റാത്ത അവസ്ഥയാട്ടോ. കുതിരേനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീനനെ കാണാനില്ല. എൻ്റെ മോനെ പെട്ടു എന്ന് തോന്നുന്നുട്ടോ. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ഡീന ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡീന ചതിച്ചില്ല. ഞാൻ നേരത്തെ സൗണ്ട് കേട്ട് ഇപ്പോഴും കേട്ടെ. ഓക്കെ ഗൈസ്, നമ്മത് എത്താറായി എന്നാണ് നമ്മുടെ ഡീന പറയണേ. ഓക്കെ, നമുക്ക് ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഡീന പറഞ്ഞ സേഫ് ഹൗസ്. അപ്പോൾ നമുക്ക് എന്തായാലും തലമുട്ടാണ്ട് അടിയിൽ കൂടെ പോകട്ടെ. നമ്മൾ കറക്റ്റ് കയറാൻ പറ്റിയ പൊസിഷനിലാണ് നമ്മുടെ കയറി വരണേ. ഒക്കെ ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെടണേ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സേഫ് ആയിട്ട് നമ്മുടെ ഡീന പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളാം. അപ്പോൾ നമ്മുടെ ഡീനത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ശരി ഗൈസ്, കാണാം.